ശ്രീ തളിയൽ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടാം ഉത്സവ ദിവസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നദാനമൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചതിന് ശേഷം ചെറുക്കുട്ടനെയൊക്കെ അവിടെ ഒത്തിരി നേരം വെയിലായിരുന്നതിൽ നല്ല ഹാപ്പി ആയിട്ട് ഭയങ്കര നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെയും വൈകിട്ടും നമ്മൾ പോവാറുണ്ട്. അങ്ങനെ ചെറുക്കുട്ടൻ അവിടെ ഹാപ്പിയായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുതു. നിറയെ ആൾക്കാർ അന്നദാനം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം വൈകിട്ട് പോയ വിശേഷങ്ങളാണ് കേട്ടോ. വൈകിട്ട് അമ്പലത്തിൽ ഒരുപാട് പരിപാടികൾ, ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചെറുക്കുട്ടന് പിന്നെ ഹാപ്പി ആയതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഓടുമ്പോൾ സന്തോഷമാവും. അവനും കുറേ കുട്ടികളൊക്കെ വരും കേട്ടോ, കുഞ്ഞു കുട്ടികൾ. അവരുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടായി. അവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അങ്ങനെ ചെറുക്കുട്ടന് അവിടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉത്സവം തീരുന്നത് വരെ 2 നേരവും ഞാൻ എൻ്റെ ചെറുക്കുട്ടനെ അവിടെ കൊണ്ടുപോകും. അപ്പോൾ ചെറുക്കുട്ടൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ ചെറുക്കുട്ടൻ പിറ്റേ ദിവസം പോകുമ്പോഴാ കുട്ടികളൊക്കെ കാണുമ്പോൾ ചെറുക്കുട്ടൻ നന്നായിട്ട് അറിയാം കേട്ടോ. ഈ മോനെ പരിചയപ്പെട്ടു. ഇത് ചെറുക്കുട്ടൻ്റെ അതേ മാസം ഡേറ്റ് ഓഫ് ബർത്തിലെ മോനാണ് കേട്ടോ. ചെറുക്കുട്ടനാണ് ഭയങ്കര ഓട്ടം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഓട്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികളുടെ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ, അത് കാണാൻ പോയി. കുട്ടികളുടെ നല്ല ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അത് കണ്ട ശേഷം നമ്മൾ ആനയെ കാണാനായിട്ട് ചെറുക്കുട്ടനെ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആനയുടെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി വേറൊരു ദിവസം ശർക്കരയും പഴവും ഒക്കെ മേടിച്ച് കൊടുക്കണം. അമ്മാമ്മയെ പോലെ തന്നെ ചെറുക്കുട്ടന് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ചെറുക്കുട്ടനെ പോലെ തന്നെ അമ്മാമ്മയ്ക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോഡിലൊക്കെ നല്ല അലങ്കാരമാണ്, ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ. ആനയെ കണ്ട് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്.
ഇത് വലിയൊരു നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. പാട്ടുകൂടി ഇട്ട് കണ്ടാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ പാട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാട്ട് മാറ്റിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നാളെ 3ാം ഉത്സവത്തിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു. ഈ ഉത്സവങ്ങളുടെ കാലമാണല്ലോ. ഇനി ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം അടുക്കാറായി, കൊഞ്ചിരോള ദേവീക്ഷേത്രത്തിൽ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ഇനി ഉണ്ടായാലേ എനിക്ക് എല്ലാ ക്ഷേത്രത്തിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.